ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്തൊരു വ്ളോഗായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് വേറൊരു ചുട്ടി ദിവസമാണ്. നമ്മളപ്പോൾ വീണ്ടും പുറത്തു പോവുക. അപ്പോൾ എവിടെയാണ് പുറത്തു പോകണേന്നൊന്നും എന്നോട് പറഞ്ഞില്ല കേട്ടോ. ജസ്റ്റ് എന്നോട് പറഞ്ഞു റെഡിയാവും പുറത്ത് പോകാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ റെഡിയായി ഇറങ്ങി. നമ്മളപ്പോൾ ഇങ്ങനെ വണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാനപ്പോൾ ചോദിച്ചൊന്നുമില്ല എവിടേക്കാണ് പോകുന്നതെന്ന്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, എന്താണെന്നറിയില്ല, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ എന്നിട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ജസ്റ്റിന് എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്. സിറ്റിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സിറ്റിയിൽ ഞങ്ങളങ്ങനെ വെറുതെ ഒന്നും പോകാറില്ല കേട്ടോ. എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാത്രമാണ് പോകാറ്. അപ്പോൾ സിറ്റിയിലേക്ക് പോകണ കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ ഇന്നെന്തോ കാര്യമായിട്ട് മേടിക്കാനുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. ഞാനും ഇങ്ങനെ ഇരിക്കുക, എന്താണെന്ന് മേടിക്കാൻ പോകണമെന്ന് കാണണ്ടേ. അപ്പോൾ നമ്മൾ സിറ്റിയിൽ എത്തിയിട്ടോ. ഇതാണ് സിറ്റിയുടെ എൻട്രൻസ്. നമ്മൾ സിറ്റി സ്റ്റാർട്ടാവുന്ന ഇവിടെയാണെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു അറിവാട്ടോ പറയുന്നത്. ഇവിടെ കയറി കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ഇവിടുത്തെ എല്ലാ കടകളും പോലെ തന്നെ സൈഡിൽ ഇതേപോലെ കുറേ കടകളുണ്ടാവും. നല്ല വില കുറവായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ന്യൂ മാർക്കറ്റിനേലും വില കുറവാട്ടോ ഇവിടെ നമുക്ക് ബാർഗെയ്ത നല്ലോണം വില കുറവിൽ സാധനങ്ങൾ കിട്ടും. അതേപോലെ ഇപ്പം അതേ കണ്ടില്ലേ ഇതിൽ ജീൻസൊക്കെ ഇങ്ങനെ എഴുതിയിട്ടിരിക്കുന്നത്, അതൊക്കെ ഫിക്സഡ് റേറ്റ് ആയിരിക്കും കേട്ടോ ആ എഴുതിയിട്ടിരിക്കുന്ന പൈസ. അല്ലാണ്ട് ഇതുപോലത്തെ ഷോപ്പിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റേറ്റ് കുറവിൽ പറഞ്ഞ് മേടിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് കടകൾ പോകുന്ന കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ജസ്റ്റിന് പാൻറ്റ് മേടിക്കാനാണ് പോകുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് നോക്കി നടക്കുക, ജസ്റ്റിന് പറ്റിയിട്ടുള്ള പാൻറ്റ് എവിടെ നിന്നാണ് കിട്ടുക എന്നറിയാൻ. അങ്ങനെ പാൻറ്റ് ലക്ഷ്യമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കടകളൊക്കെ കണ്ടു. നമ്മൾ സ്ലോ ആയിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇഷ്ടപ്പെട്ട കട കാണുമ്പോൾ നിർത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഈ സിറ്റി എന്ന് പറഞ്ഞാൽ മുസ്ലിംസുകളാട്ടോ ഇവിടെ കൂടുതലും. ഇവിടെ വേറെ ആൾക്കാരൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഒട്ടുമിക്കരും മുസ്ലിംസാണ്. അതുകൊണ്ടാണ് ഇവിടെ നോൺ വെജ് ഐറ്റംസൊക്കെ കിട്ടും നമുക്ക്, മുസ്ലിംസിൻ്റെ ഏരിയ ആയതുകൊണ്ട്. അങ്ങനെ പോയത് നമ്മളപ്പോൾ ഒരു കട കണ്ടുപിടിച്ചു. ഒരു പുതിയ കടയാണെന്ന് തോന്നുന്നു കേട്ടോ, നമ്മളിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ച് അവിടെ കയറി പാൻറ്റ് നോക്കലാണേ. അങ്ങനെ നോക്കി ആൾ പറയുന്ന റേറ്റിൽ നിന്ന് ബാർഗ് ചെയ്ത് ലാസ്റ്റ് ആൾ ഒരു പാൻറ്റ് അവിടെ നിന്ന് എടുത്തു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഇവിടെ ഒരു ചെരുപ്പിൻ്റെ കടയുണ്ടായിരുന്നു. ഞാനപ്പോൾ തക്കുടൂന് ചെരുപ്പ് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ഞാനാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ പോയിട്ട് ഭ്രാന്തിയുടെ പോലെ മുടിയൊക്കെ ആകെ പറന്ന് ഒരു കോലമായി. തക്കുടൂനാണെങ്കിൽ ഈ ഫോണിൽ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പുറത്ത് ചെരുപ്പട ഉണ്ടായിരുന്നല്ലോ, നമ്മൾ അവിടെയും ജസ്റ്റ് ഒന്ന് കയറി തക്കുടൂന് ചെരുപ്പ് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവിടുത്തെ കളക്ഷൻസ് ഒന്നും ജസ്റ്റിന് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം അവിടെ കയറിയില്ല. പിന്നെ ജസ്റ്റിൻ ഒരു പാൻറ്റ് അവിടെ നിന്ന് എടുത്തുള്ളൂ. ആൾക്കപ്പോൾ ഒരു പാൻറ്റ് കൂടി വേണമെന്ന് വിചാരിച്ച് വേറൊരു ഷോപ്പിൽ കയറി അവിടെ നിന്നും 2 പാൻറ്റ് മേടിച്ചു കേട്ടോ. കാരണം ഇവിടെ ഇത്രയും നാൾ തണുപ്പായിരുന്നതുകൊണ്ട് നമ്മൾ ജീൻസൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവിടെ ചൂടായി തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് കട്ടി കുറഞ്ഞ ടൈപ്പ് ഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നതായിരിക്കുമല്ലോ കംഫർട്ടബിൾ. അതാട്ടോ ആൾ പാൻറ്റൊക്കെ മേടിക്കാൻ പോയത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം ഇതാണ്, ഷവർമ്മ. ഇവിടുത്തെ ഷവർമ്മ ഭയങ്കര ടേസ്റ്റാണ്. റേറ്റും കുറവ്, ജസ്റ്റ് 30 രൂപയുള്ളൂ ഒരു ഷവർമ്മയ്ക്ക്. ഇവിടെ തന്നെ ഷവർമ്മ, അതുപോലെ ബർഗർ, പിസ്സ, അങ്ങനെയൊക്കെ ഈ ഷവർമ്മയുടെ ഇത് വെച്ചിട്ട് തന്നെ, ചിക്കൻ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് മണമണാന്ന് 2 ഷവർമ്മ അടിച്ച് കയറ്റി. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചത് ഈ ഒരു സംഭവം കൊണ്ട്. ഇത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഞാൻ ജസ്റ്റിനോട് ചോദിച്ചപ്പോൾ ജസ്റ്റിനും അറിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ എല്ലാ കടകളിലും ഇങ്ങനെ പുറത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. എന്തോ മുസ്ലിംസിൻ്റെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു, എനിക്കിതിനെപ്പറ്റി അറിയില്ലേ. അപ്പം അതൊക്കെ കണ്ടു. നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഒരു ഷോപ്പിൽ ഇങ്ങനെ ചെരുപ്പുകളും ഉണ്ട്. അപ്പം ഞങ്ങൾ തക്കുടൂന് ഓൾറെഡി ചെരുപ്പ് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ചെരുപ്പ് നോക്കിയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം ഞങ്ങൾ തക്കടൂന് മേടിച്ചു. 200 രൂപയായിരുന്നു ചെരുപ്പിന്. തക്കടൂന് കുറച്ചും കൂടി ഒരു വലിയ ചെരുപ്പ് നോക്കിയാണ് മേടിച്ചത്. ഒട്ടുമിക്ക മേടിക്കുന്ന ചെരുപ്പ് പെട്ടെന്ന് ചെറുതായി പോവുക. ഈ കിടക്കുന്ന വണ്ടികളൊക്കെ കണ്ടു, ഇതൊക്കെ പോലീസ് പിടിച്ചിട്ടിരിക്കുന്ന വണ്ടിയാട്ടോ. എന്തിനാണാവോ കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്, നല്ല നല്ല വണ്ടികൾ കിടക്കുന്നുണ്ടോണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തത്. നിങ്ങളിവിടെ നോക്കിയേ, വല്ല വേസ്റ്റും കാണുന്നുണ്ടോ? ഇവിടെ ഒരു വേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇവിടെ നമ്മുടെ സ്വച്ഛ് ഭാരതാണ്, ഇവിടെ വേസ്റ്റ് ഒന്നും ഇടാറില്ല. അതുപോലെ വേസ്റ്റ് വല്ലതുണ്ടെങ്കിൽ രാത്രിയും രാവിലെയും 2 നേരവും വന്ന് ഈ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാർ വരും, കച്ചറ വണ്ടിയായിട്ട് അവരെടുത്തുകൊണ്ട് പോവുകയും
പിന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ ചുട്ടിക്ക് മാത്രം പുറത്തുനിന്ന് ഫുഡ് മേടിക്കാമെന്ന്. അപ്പോൾ ഫുഡ് മേടിക്കാൻ നമ്മുടെ ഹോട്ട് ആൻഡ് സ്പൈസിൽ പോയി അവിടെ നിന്ന് ബിരിയാണി ആട്ടോ നമ്മൾ മേടിച്ചത്. ഞാനിവിടെ കട്ട പോസ്റ്റാണ്, അവർ പോയി ആ ബിരിയാണി മേടിക്കാൻ. അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മളിത് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വിട്ട് നമ്മുടെ വീട് എത്താറായി. അങ്ങനെ വീട്ടിലേക്ക് ചെന്നു. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. ഒന്നുമില്ല, നമ്മൾ അന്ന് സിറ്റി പോയി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് പുറത്തൊരു ദിവസമല്ലേ, അതിന് പിറ്റേ ദിവസം കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഞാനത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുന്ന ലൈക്ക് അടിക്കുകയൊക്കെ ചെയ്യണേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വന്നത്, നമ്മൾ സിറ്റി പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിരുന്നു. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാനാട്ടോ. ഇത് ജസ്റ്റിൻ്റെ പാൻറ് മേടിച്ചിരുന്നു, കാർഗോ പാൻറ്. അങ്ങനത്തെ രണ്ട് കളറിൽ മേടിച്ചിരുന്നു. ഈ ഒരു കളറിൽ ഇതൊരു ബ്ലാക്ക് ആണ്. പിന്നെ ഇതെന്ത് കളറാണ്? ചാണപ്പച്ച കളർ, ഗ്രേ കളർ പോലത്തെ ഒരു കളർ സെയിം തന്നെ. അപ്പോൾ അത് രണ്ടും മേടിച്ചിരുന്നേ. 500 രൂപയോ 400 രൂപയോ എന്തോ കേട്ടോ, കറക്റ്റ് എനിക്ക് അറിയില്ല. ജസ്റ്റ് ഞാൻ മേടിച്ചത്. പിന്നെ ഞാനൊരു സാധനം മേടിച്ചിരുന്നേ. ഞാനിവിടെ ഉപ്പിട്ട് വയ്ക്കുന്നതേ ഒരു ചില്ലിൻ്റെ ബോക്സിലാണ്. എനിക്കൊരു ഭരണിയിൽ ഉപ്പിട്ട് വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ മേടിച്ചതാണ് ഇത്. ഇവിടെ ഒരു ചെറിയ ഡാമേജ് പോലെ ഇങ്ങനെ കാണിച്ചു. പക്ഷെ 50 രൂപയാന്ന് പറഞ്ഞോണ്ട് ഞാൻ മേടിച്ചേട്ടോ. നല്ല രസമില്ലേ കാണാൻ? ഞാനപ്പോ മേടിച്ച് 50 രൂപയാട്ടോ. അപ്പൊ ഞാനിത് മേടിച്ചു. തക്കുടൂന്ന് ചെരുപ്പ് അതവരിപ്പോ ഇവിടെ ഇടാറുണ്ടേ. തക്കുടൂന്ന് ചെരുപ്പ് നടക്കണ്ടോ. തക്കുടൂന് ചെരുപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ 200 രൂപയായിരുന്നു. ജസ്റ്റിന് ഒരു ചെരുപ്പ് മേടിച്ചു, അതും സെയിം റേറ്റ് 200 രൂപയുടെ തന്നെയാട്ടോ മേടിച്ചത്. പറയണ എല്ലാം കണ്ടല്ലോ, എല്ലാ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. നമുക്കിപ്പോൾ പല വേറെ വിഷയങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ പല സ്ഥലങ്ങളും ഞാൻ കാണിച്ചു തരാം. പിന്നെ എൻ്റെ പേഴ്സണലായ കുറച്ച് ഫാമിലി മൂമെൻറ്റ്സ് ഒക്കെ. ഒരാൾ എന്നോട് വീഡിയോൻ്റെ കമൻറ്റിൽ ചോദിച്ചിരുന്നു ഇത് ഏതാ സ്ഥലം എന്നൊക്കെ. ഇത് മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ കാണണേ. ബൈ ഗൈസ്.